പടമാണ്. 5 വർഷമായില്ല ലാസ്റ്റ് സ്പൈഡർമാൻ സിനിമ ഇറങ്ങിയിട്ട്. സ്പൈഡർമാനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും പൊളിയാണ്, അടിപൊളിയാണ്. കിടിലം പടമാണ്, എല്ലാവരും കാണണം. സ്പൈഡർമാൻ ഇമോഷണലാക്കി, ഒത്തിരി ഇമോഷണലാക്കി. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാവും. കിടിലം പടമാണ്, ഒന്നും പറയാം. കിടിലം പടം. VFX കൊള്ളാം. പിന്നെ ടോം ഹോളൻഡ് അഭിനയിച്ചു അത് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. എന്താ ഇമോഷണൽ ആക്കി വന്നു നല്ലോണം എങ്ങനെയുണ്ട് ടോട്ടലി മേക്കിംഗ് ഒക്കെ? ഇമോഷണൽ ആണോ? ഇമോഷണൽ ആ മുന്നത്തെ ഇതിലുണ്ടായതിനേക്കാളും മാറിയിട്ട് പീറ്ററിന്റെ ലൈഫിൽ വന്ന ചേഞ്ച് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് പോയത്. പിന്നെ ജാക്കി ചാന്റെ സ്റ്റണ്ട് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പറയായിരുന്നു. മോർ ക്യാരക്ടേഴ്സ് സോയാ ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ മാറിയേക്കുന്നതിന്റെ ആ ഒരു കാണാനുണ്ട്. ആക്ഷൻ കൂടുതൽ ഓറിയന്റഡ് ആയിട്ട് വന്നേക്കുന്നുണ്ട്. സോയ ഒരു ടോട്ടൽ പാക്കേജ് ആണ്. ബട്ട് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം മുന്നത്തെ സ്പൈഡർമാൻ മൂവിയേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇനിയിപ്പോൾ ഡിസംബറിൽ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, അതിലേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ല, ആസ് ഓഫ് നൗ അതിലേക്കുള്ള അധികം കണക്ഷൻ പോയിട്ടില്ല. ബട്ട് അത് അതിൻ്റെതായിട്ടുള്ള ഒരു ട്രീറ്റ് ആയിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഡൂംസ്ഡേ. ലെറ്റ്സ് കീപ് ദിസ് സെപ്പറേറ്റ്. നൈസായിരുന്നു. ഇന്റർവെല്ലിന് അല്ല, അതിന് മുന്നേ ഉണ്ട്. അതിന് മുന്നേ പഴയ സ്പൈഡർമാൻ മൂവീസ് ഒന്ന് ടീസ് ചെയ്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത് ഫോർ സ്റ്റോറിയിലേക്ക് വരണം. നല്ലായിരുന്നു, അല്ലേ? അടിപൊളി. നല്ല ഇമോഷണൽ ആവുന്ന വിചാരിച്ചു, വിഷമിച്ചിറങ്ങേണ്ടി വരുന്ന അങ്ങനെയൊന്നുമില്ല. നല്ലായിരുന്നു. എൻഡിങ് ഒക്കെ നല്ലായിരുന്നു. നല്ല ഇന്റർവ്യൂ, നല്ലൊരു ടച്ചിങ് സ്റ്റോറി ആയിട്ട് നല്ലൊരു സ്റ്റോറി ബേസിലാണ് കഥ പോകുന്നത്. കൊള്ളാം, അത് അടിപൊളിയായിട്ട് നല്ല മേക്കിംഗ് ആണ്. നല്ല സ്ക്രിപ്റ്റ് എല്ലാം കൊണ്ടും അടിപൊളി ഉത്തരം പടം. പ്രൊഡക്ട്സ് വന്നിട്ടില്ല, അത് അവരെ ഒരു ഹിന്റായിട്ട് തന്നിട്ടുണ്ടോ, അത്രയും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഉത്തരം പടം വേറെ ലെവൽ ഇടില്ല. ഒരു